വ്യക്തമായ ലക്ഷ്യവും അത് നേടിയെടുക്കാനുള്ള വളരെ വലിയ താല്പര്യവും ആഗ്രഹവുമുണ്ടെങ്കിൽ നമുക്കൊപ്പം നമ്മുടെ പ്രകൃതി നിൽക്കും എന്നാണ് ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിലൂടെ പൗളോ കൊയ്ലോ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇൻ്റർനാഷണൽ സ്കിൽസ് ക്ലബിലേക്ക് സ്വാഗതം. നമുക്കിന്ന് പരിചയപ്പെടാൻ പോകുന്നത് അമിത് എന്ന ചെറുപ്പക്കാരനെയാണ്. ഒരു വിദ്യാർത്ഥിയാണ്. ഒരു പക്ഷേ നാളെ നമ്മൾ പത്രത്തിലൂടെയോ ടി വിയിലൂടെയോ അല്ലെങ്കിൽ ഒരുപക്ഷെ വലിയൊരു ഗവൺമെൻറ് പ്ലാറ്റ്ഫോമിലൂടെയോ മാത്രം പരിചയപ്പെടാൻ സാധിക്കുന്ന അമിതിനെ നമുക്കിന്ന് പരിചയപ്പെടാം. ഹായ് അമിത്. ശരി, അമിതിനെ പരിചയപ്പെടുത്തും. എൻ്റെ പേര് അമിത്. ഞാൻ സ്ട്രക്ചറൽ ബയോളജിയിൽ PhD ചെയ്യാനാണ് ഇപ്പോൾ എൻ്റെ ആഗ്രഹം. ഞാൻ കറൻ്റ്ലി ഞാനൊരു ലാബിൽ വർക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് കാലം. സ്ട്രക്ചറൽ ബയോളജിയിൽ തന്നെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഏത് വയസ്സിലാണ് ബയോളജിയിലോട് താല്പര്യമുണ്ടെന്ന് മനസ്സിലായി തുടങ്ങിയത്? ഞാൻ 10th തൊട്ടാണ് എനിക്ക് ആക്ച്വലി താല്പര്യം കൂടുതലായിട്ട് തോന്നിയത് സയൻസിനോട്. അതുകൊണ്ട് തന്നെയാണ് സയൻസ് ഫർദർ കണ്ടിന്യൂ ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ബയോളജിയാണ് എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അങ്ങനെയാണ് ആഫ്റ്റർ 12th എനിക്ക് ബയോളജിയിൽ ഫർദർ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഡോക്ടർ ആവാൻ എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് വേറെ എന്താണ് ഓപ്ഷൻ എന്ന് ചെക്ക് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ബയോടെക്നോളജി ഭയങ്കരമായിട്ട് ഒരു ഗ്രോയിങ് ഫീൽഡായിട്ട് എനിക്ക് മനസ്സിലായത്. ഞാൻ അമിതിനെ കുറിച്ച് കേട്ടിരുന്നു. അമിതിൻ്റെ രക്ഷിതാക്കൾ എന്നോട് പറഞ്ഞിരുന്നു അമിത് ഈ മേഖല സ്വന്തം കണ്ടെത്തിയതാണ്. അമിത് ഈ മേഖലയിലേക്ക് എത്താൻ, ഇപ്പോൾ നിൽക്കുന്ന പൊസിഷനിലെത്താൻ അമിത് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയാമോ? സോ 12th ശേഷം ഞാൻ ഒരു ഡിഗ്രി ബയോടെക്നോളജിയിലൊരു ഡിഗ്രി എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അങ്ങനെ ഞാൻ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ തപ്പിയപ്പോഴാണ്, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് എന്താ പറയുക, MG യൂണിവേഴ്സിറ്റിയിലൊരു സ്പെസിഫിക് കോഴ്സ് ഉണ്ടായിരുന്നു. 2 ഡുവൽ ഡിഗ്രി പ്രോഗ്രാം ഉണ്ടായിരുന്നു, ബോട്ടണിയും ബയോടെക്നോളജിയും കൂടെ ഉള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അങ്ങനെ ഒരു ഡിഗ്രി, ഒരു സ്പെഷ്യലൈസ്ഡ് കോഴ്സ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഞാൻ കേട്ടിരുന്നു അമിത് ആക്ച്വലി ഡൽഹിയിലുള്ള ഒരു പ്രമുഖ സയൻറ്റിസ്റ്റിന് കത്തെഴുതിയതായിട്ടും അദ്ദേഹമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിച്ചതായിട്ട് ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? സോ ഞാൻ MSc ചെയ്തത് പൂനെയിലാണ്. സോ MSc പൂനെയിൽ ചെയ്തിരുന്ന സമയത്ത് എനിക്ക് പ്രോട്ടീൻ എൻജിനീയറിങ് സ്പെസിഫിക്കലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ അപ്പോൾ അങ്ങനെ കുറച്ച് സയൻറ്റിസ്റ്റുകൾ, പ്രോട്ടീൻസിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് സയൻറ്റിസ്റ്റുമാരെ പറ്റി അന്വേഷിച്ചപ്പോൾ പ്രൊഫസർ ദീപക് ടി നായർ ഒരു പ്രമുഖനായ സയൻറ്റിസ്റ്റാണെന്ന് എനിക്ക് മനസ്സിലായി. സോ അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് മെയിൽ അയക്കുമായിരുന്നു എൻ്റെ ഇൻട്രസ്റ്റ് എന്താണ്, എൻ്റെ ഇൻട്രസ്റ്റ് എന്നൊക്കെ സംസാരിച്ചുകൊണ്ട്. സോ ഹി വാസ് ഓൾസോ ഹാപ്പി ടു ടേക്ക് മീ. അപ്പോൾ സാറിനും ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. എൻ്റെ പ്രൊഫൈൽ കണ്ട് ഇമ്പ്രസ്ഡ് ആയി സാർ എനിക്ക് ഒരു പൊസിഷൻ ഓഫർ ചെയ്യുമായിരുന്നു ഫോർ എ പ്രോജക്റ്റ്. ഒരു ചെറിയ ഷോർട്ട് ഡ്യൂറേഷൻ പ്രോജക്റ്റ് ആയിരുന്നു. പക്ഷേ എൻ്റെ പെർഫോമൻസ് സാറിന് ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ സാർ അത് ഫർദർ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യപ്പെട്ടു. സാധാരണ ഒരു കുട്ടിക്ക് ഡിഗ്രി കഴിഞ്ഞ് +2 സ്വന്തമായിട്ട് തിരഞ്ഞെടുക്കാൻ മിക്കപ്പോഴും സാധിക്കാറില്ല. പേരൻസോ കൂട്ടുകാരോ ടീച്ചേഴ്സോ ഒക്കെ പറയുമ്പോഴാണ് +2 തിരഞ്ഞെടുക്കുക. അതിനുശേഷം ഇഷ്ടപ്പെട്ട ഡിഗ്രി എടുക്കാനും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. കാരണം അവർ പോകേണ്ട മേഖല എന്താണെന്ന് പോലും ചിലപ്പോൾ അവർക്ക് അറിഞ്ഞു എന്ന് വരില്ല. ആ സമയത്ത് ഇത് അമിതിനെ പോലൊരു കുട്ടി ഇത്രയും അച്ചീവ്മെൻറ്റ്സ് നേടി നിൽക്കുന്ന സമയത്ത് വീട്ടുകാരുടെ സപ്പോർട്ട് എത്രമാത്രം അമിതിനെ സ്വാധീനിച്ചിട്ടുണ്ട്? സോ എൻ്റെ അച്ഛനും അമ്മയും വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ ഒരിക്കലും അങ്ങനെ ഇന്നൊരു സ്പെസിഫിക് ഫീൽഡിലേക്ക് പോകണമെന്ന് ഒരിക്കലും നിർബന്ധിച്ചിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ എനിക്ക് അതിനുള്ളൊരു തിങ്കിങ് സ്പേസ് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്, എവിടെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിന് വേണ്ടിയുള്ള റിസർച്ച് ചെയ്തിട്ടുണ്ട്, എവിടെയൊക്കെ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ന് എനിക്ക് നോക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൂടാണ്ട് അവരുടെയും സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഡിഗ്രി ജോയിൻ ചെയ്യുന്നതിൻ്റെ സമയത്ത് എവിടെ ജോയിൻ ചെയ്യണം എന്നൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നപ്പോൾ പോലും അവരെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല ഒരു സോ ഇത്രയും കാലത്ത് ഈ ബയോളജിയുടെ പിന്നിലൂടെയുള്ള അല്ലെങ്കിൽ സ്ട്രക്ചറൽ ബയോളജിയുടെ പിന്നിലുള്ള യാത്രയിൽ എന്തൊക്കെയാണ് അമിതിൻ്റെ അച്ചീവ്മെൻറ്റ്സ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അച്ചീവ് ചെയ്യാൻ പോകുന്നത്? ഞാനിപ്പോൾ സ്പെസിഫിക്കലി വർക്ക് ചെയ്യുന്നത് നമ്മുടെ
DNA ആയിട്ട് ബൈൻഡ് ചെയ്യുന്ന കുറച്ച് പ്രോട്ടീൻസിനെ പറ്റിയാണ് ഞാൻ പഠിക്കുന്നത്. ഞങ്ങൾ കുറച്ച് അഡ്വാൻസ് ടെക്നിക്സ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. എക്സ്റേ ക്രിസ്റ്റലോഗ്രഫി, ക്രയോ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി എന്നൊക്കെ പറഞ്ഞ കുറച്ച് അഡ്വാൻസ് ടെക്നിക്സ് ആണ്. അങ്ങനത്തെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഇന്ത്യയിൽ സ്ട്രക്ചറൽ ബയോളജി ഒരു ഭയങ്കര ബഡ്ഡിങ് ഫീൽഡാണ്. കാരണം അതിന് എടുക്കേണ്ട കോസ്റ്റ് ഈസ് വെരി ഹൈ. സോ വളരെ ചുരുക്കം ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ മാത്രമേ ഇന്ത്യയിൽ ക്രയോ EM ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ സാധാരണക്കാർക്ക് വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി സ്ട്രക്ചറൽ ബയോളജി എന്താണെന്ന് പറയാമോ? സ്ട്രക്ചറൽ ബയോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ കോശങ്ങളിലെ എല്ലാ വർക്കും ചെയ്യുന്നത് പ്രോട്ടീൻസാണ്. പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണികകൾ വെച്ച് ഉണ്ടാക്കുന്ന ആറ്റംസ് വെച്ച് ഉണ്ടാകുന്ന ഒരു മാക്രോമോളിക്കുലർ സ്ട്രക്ചറാണ്. സോ അത് സോൾവ് ചെയ്യണമെങ്കിൽ സാധാരണ ഒരു മൈക്രോസ്കോപ്പ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മുടെ ബാക്ടീരിയകളെ കാണുന്ന പോലെ അല്ല അത്. സോ അതിന് കുറച്ച് എക്സ്ട്രീം അല്ല, അഡ്വാൻസ് ടെക്നീക്സ് തന്നെ ഉപയോഗിക്കണം. സോ ഇപ്പോൾ കറൻ്റ്ലി ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് ക്രയോ EM എന്ന് പറഞ്ഞൊരു ടെക്നിക്കാണ്. അത് വെച്ച് നമുക്ക് ഫുൾ ആറ്റംസ് ഒക്കെ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് ആ പ്രോട്ടീൻസിൽ കണ്ടുപിടിക്കാൻ പറ്റും. കുറച്ചുകൂടെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഇത് സാധാരണക്കാർക്ക് ഇതിൻ്റെ യൂസ് കേസസ് എന്തൊക്കെയാണ്? ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്നാണ് യൂസ് കേസസ്? രോഗമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ അൽഷിമേഴ്സ് പോലത്തെ ഡിസീസുകളുണ്ട്. അൽഷിമേഴ്സ് പോലത്തെ അസുഖങ്ങളിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ കോശങ്ങളുടെ ഉള്ളിൽ ഉള്ള കുറച്ച് അൽഷിമേഴ്സിൻ്റെ കേസാണെങ്കിൽ നമ്മുടെ കോശങ്ങൾ ശരിക്ക് പ്രവർത്തിക്കാണ്ട് വരുന്ന ഒരു അവസ്ഥയാണ്. സോ സാധാരണ നമ്മുടെ കോശങ്ങൾക്കൊരു അളവ് വരെ പ്രവർത്തിക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ അവരെ വീണ്ടും റീപ്ലേസ് ചെയ്ത് വേറൊരു കോശം വരുന്നതായിരിക്കും. പക്ഷേ അൽഷിമേഴ്സ് പോലത്തെ ഡിസീസുകളിൽ ഒരു സ്പെസിഫിക് പോയിന്റിൽ അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന മെഷീനുകൾക്ക് തകരാറ് സംഭവിക്കുകയാണെങ്കിൽ ആ കോശങ്ങൾ അവിടെ തന്നെ നിൽക്കുക തന്നെ ചെയ്യും. പക്ഷെ അതിൻ്റെ ഫുൾ കപ്പാസിറ്റിയിൽ അതിന് വർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയെത്തും. അങ്ങനെ ആകുമ്പോഴാണ് ആ അസുഖം പ്രോഗ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ വർക്ക് ചെയ്യാത്ത പ്രോട്ടീനുകൾ എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യാത്തത് എന്ന് അറിയണമെങ്കിൽ അവരെ ശരിക്കും കാണാൻ സാധിക്കണം. അതാണ് സ്ട്രക്ചറൽ ബയോളജിയിലൂടെ നമ്മൾ ശ്രമിക്കുന്നത്. വെരി ഗുഡ്. അമിത്, അപ്പോൾ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 12ാം ക്ലാസ്സിന് മുന്നേ ഏത് മേഖല തിരഞ്ഞെടുക്കണമെന്നും അതിലെങ്ങനെ പെർഫോം ചെയ്യണമെന്നും എങ്ങനെ മുന്നോട്ട് പോകുന്നു വ്യക്തമായിട്ടുള്ള തിരിച്ചറിവ് കിട്ടി. ഒരു പക്ഷേ ഒരു 99% ആളുകൾക്കും അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കും അതുപോലെ കിട്ടണമെന്നില്ല. അടുത്ത തലമുറ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 10ാം ക്ലാസ്സുകാരോടും 9ാം ക്ലാസ്സുകാരോടും +1കാരോടും +2കാരോടും അമിത്തിന് പറയാനുള്ളത് എന്താണ്? ഞാനും അങ്ങനെ ഭയങ്കരമായിട്ട് പെർഫെക്റ്റ് ആയിട്ടൊന്നും അല്ല പല കാര്യങ്ങളും അറിഞ്ഞിട്ടുള്ളത്. ഞാൻ മിസ്സായ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഞാൻ അറിയാണ്ട് പോയ പല ആപ്ലിക്കേഷൻസും പല ഓപ്പർച്യൂണിറ്റീസും മിസ്സായിട്ടുണ്ട്. സോ അതിലല്ല കാര്യം, മിസ്സാവുന്നതിലല്ല കാര്യം. വീണ്ടും അത് തപ്പിയെടുക്കാൻ നമുക്ക് അഫ്കോഴ്സ് ഗൈഡൻസിൻ്റെ ആവശ്യമുണ്ട്. നിങ്ങൾ അങ്ങനെ ഒരു മെന്ററെ കണ്ടുപിടിക്കാനാണ് ഒരു മെന്ററെ കണ്ടുപിടിക്കാനാണ് തീർച്ചയായിട്ടും അമിത് നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത്. ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ കൂടെ കൂട്ടാൻ, ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒരു ലൈഫ് കോച്ച് വേണമെന്നാണ് അമിത് നിങ്ങളോട് ശക്തമായിട്ട് പറയുന്നത്. താങ്ക് യു വെരി മച്ച് അമിത് ഫോർ യുവർ നൈസ് ടൈം. താങ്ക് യു.